السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله، انظر حالنا يا حبيب الله. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഇവിടെ ദുആക്ക് നേതൃത്വം നൽകിയ സയ്യിദ് അമീർ തങ്ങൾ, ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷൻ, ഈ വേദിയിലുള്ള ഉന്നതരായ നേതാക്കന്മാർ, ഉസ്താദുമാർ, ഒരുമിച്ച് കൂടിയ സ്നേഹസമ്പന്നരായ സഹോദരങ്ങൾ, സഹോദരിമാർ, എല്ലാവരും വളരെ ആവേശത്തോടെ കാത്തുനിൽക്കുന്നത് ഈ പ്രൗഢമായ സദസ്സ് സാക്ഷിയാകാൻ പോകുന്നത് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീനുൽ ജിസ്തിൽ അജ്മീരി ഖദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന ഉന്നതനായ നമ്മുടെ ഇന്ത്യയുടെ എല്ലാ നിലക്കുമുള്ള നിയന്ത്രണം ഏറ്റെടുത്ത് ഈ ഇന്ത്യ രാജ്യത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഖാജ തങ്ങളുടെ പേരിലുള്ള ആ ഖാജ തങ്ങളെ അനുസ്മരിപ്പിക്കുന്ന നൂറെ അജ്മീർ എന്ന് പറയുന്ന ആത്മീയ സദസ്സിലേക്കാണ് എല്ലാവരും എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് എല്ലാ നിലക്കും സ്വീകരിക്കപ്പെടുന്ന മജ്ലിസായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ പ്രൗഢമായ സദസ്സ് കാണുമ്പോൾ മനസ്സിന് വല്ലാതെ സന്തോഷമുണ്ട്. ഈ ആദി എന്ന് പറയുന്ന സംഘടന അൽഹംദുലില്ലാഹ്, ആ സംഘടനയെ കുറിച്ച് മോണാക്കയോട് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യം? ആദ്യമായി അയാൾ എന്നോട് ഓർമ്മിപ്പിച്ചത്, എന്നോട് പറഞ്ഞത്, അതിൻ്റെ അർത്ഥം അത് ഉറുദു വാചകമാണ്, ഓർമ്മിപ്പിക്കുക, നെനപ്പാക്കുക എന്ന അർത്ഥമാണ് അതിനുള്ളത്. ഒരുപാട് വിഷയങ്ങളിൽ ഇന്ന് നമ്മൾ അശ്രദ്ധരായി നിൽക്കുമ്പോൾ, ഓർമ്മയില്ലാതെ മറന്നു പോകുമ്പോൾ, അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് വലിയ ഉപകാരം ചെയ്യും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിച്ചത് വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. നെനപ്പാക്കണം, നിങ്ങൾ നെനപ്പാക്കറൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. കാരണം ആ ഓർമ്മപ്പെടുത്തൽ, നെനപ്പാക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന വിഷയമാണ്. അൽഹംദുലില്ലാഹ്, ധാരാളം നല്ല പ്രവർത്തനങ്ങൾ ഈ സംഘടന മുഖേന ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു. കഷ്ടതകളും യാതനകളും അനുഭവിക്കുന്ന
ആരെല്ലാം ഉണ്ടോ അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ സംഘടനയുടെ വലിയ ലക്ഷ്യമാണ്. അതുപോലെ ഇങ്ങനെയുള്ള ആത്മീയ സദസ്സുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതും നിങ്ങൾ ചെയ്ത സർവ്വ പ്രവർത്തനങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, എന്തുകൊണ്ടും നിങ്ങൾ അനുഗ്രഹീതരാ. ഇവിടെ സംഘടിതരായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് പറയേണ്ടതില്ല. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വിഷയമുണ്ട്, യദുല്ലാഹി അലൽ ജമാഅ. അല്ലാഹുവിന്റെ സഹായം അത് സംഘത്തോടൊപ്പമാണ്. നമ്മൾ കൂട്ടമായി നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ സഹായമുണ്ടാകും. നിങ്ങൾക്കറിയില്ലേ, വലിയ വലിയ കാടുകളിൽ ഒരുപാട് മൃഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സിംഹങ്ങൾ ഉൾപ്പെടെയുള്ള മാംസം ഭക്ഷിക്കുന്ന പ്രാണികളുണ്ട്. അതുപോലെ ചെന്നായ എന്ന് പറയുന്ന, തോള എന്ന് കന്നഡത്തിൽ പറയുന്നൊരു ജീവിയുണ്ട്. ആ ജീവികളുടെ പ്രത്യേകതയാണ് അവർ എപ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കുന്നൊരു സംഗതി. നിങ്ങൾ അതിന്റെ വീഡിയോസുകൾ, മൃഗങ്ങളുടെ വീഡിയോസുകൾ എടുത്തു നോക്കിയാൽ കാണാം, ചെന്നായകൾ എപ്പോഴും അത് കൂട്ടമായി തന്നെ ഉണ്ടാകും, സംഘമായിട്ട് തന്നെ ഉണ്ടാകും. ആ ഒരു കൂട്ടായ്മ, അവരുടെ ഐക്യം കാരണം അവരെ പെട്ടെന്ന് ആർക്കും തന്നെ ആക്രമിക്കാൻ കഴിയില്ല. അതേപോലെയാണ് നമ്മൾ സംഘടിതരായി ഏത് പ്രവർത്തനം ചെയ്താലും അത് വിജയിക്കും എന്ന് പറയേണ്ടതില്ല. നമ്മൾ ഇവിടെ ജീവിക്കേണ്ടത് തന്നെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന ആളുകളായിട്ടാണ്, മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയാണ്. ആ നിലക്കായിരിക്കണം നമ്മുടെ ഇവിടുത്തെ ജീവിതം. പാവപ്പെട്ടവനിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, അസ്സാഹി അലൽ അർമിലത്തി വൽ മിസ്കീൻ കസ്സായി ഫീ സബീലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, വിധവകളായ ഭർത്താവ് മരിച്ചുപോയ വിധവകളായ സഹോദരിമാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അവരുടെ പ്രത്യേകത പറഞ്ഞത് അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരെ പോലെയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരോട് തുല്യമാണ് എന്ന് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് ആ ഒരു കാരുണ്യ പ്രവർത്തനം, സ്വാതന്ത്ര്യ പ്രവർത്തനം, അതായിരിക്കണം നമ്മുടെ സംഘടനയുടെ ലക്ഷ്യം തന്നെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഞാൻ എൻ്റെ സംസാരം ചുരുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വേദിയിൽ രാഷ്ട്രീയ, സാംസ്കാരിക പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഉന്നതരായ ആളുകളുണ്ട്. സഹോദര മതത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരോടും സ്നേഹത്തിലൂടെ പെരുമാറണം എന്ന സന്ദേശമാണ് ഇസ്ലാം നമ്മോട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ആദർശത്തിൽ ഒരു നിലക്കും ഒരു വ്യതിയാനവും നമ്മൾ വരുത്താതെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളും കൽപ്പനകളും അതിന്റെ ശൈലിയിൽ തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയേണ്ടതില്ല.
ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അത് സമാധാനമെന്നാണ്. ആയതുകൊണ്ട് പ്രിയപ്പെട്ട ഈ വലിയ സദസ്സിൽ ഒരുമിച്ച് കൂടിയ നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ പരിശുദ്ധമായ റജബ് മാസം എന്തുകൊണ്ടും അനുഗ്രഹീതമായ മാസമാണ്, ബറക്കത്ത് ചൊരിയപ്പെടുന്ന മാസമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് കഴിയണം. സത്യസന്ധമായ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. സത്യം പറയുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടണം. കാരണം ആ സദഖ എന്നുള്ളത് നന്മയിലേക്ക് കൂട്ടുന്ന സംഗതിയാണ്. നന്മ എന്നുള്ളത്, സത്കർമ്മം എന്നുള്ളത് അത് സ്വർഗത്തിലേക്ക് കൂട്ടുന്ന സംഗതിയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നന്മകൾ ആർക്കൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടോ അവിടെ മതം നോക്കേണ്ടതില്ല. ആര് പ്രയാസം അനുഭവിക്കുന്നുണ്ടോ അവരെ സഹായിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവണം. സാന്ത്വന പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാഇ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്, ഭൂമിയിലുള്ള എല്ലാവരോടും നിങ്ങൾ കാരുണ്യം ചെയ്യണമെന്നാണ്. അവിടെ ഒരു പ്രത്യേകമായ മതമോ അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമിന്റെ ആളുകൾക്ക് മാത്രം നിങ്ങൾ കാരുണ്യം ചെയ്യണമെന്നോ ഒരിക്കലും ഒരു കൽപ്പന നമ്മോട് ഇല്ല. ഈ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശത്തിന്റെ അധിപനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാരുണ്യം ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും സാഹോദര്യത്തിലും ജീവിക്കണം. ഒരു മുസ്ലിം മറ്റേ മുസ്ലിമിന്റെ സഹോദരനാണ്. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ. എത്ര അർത്ഥമുള്ള ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന്, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് അവനൊരു ബിൽഡിംഗ് പോലെയാണ്. ആ ബിൽഡിംഗിന്റെ പ്രത്യേകത എന്താണ്? ഫൗണ്ടേഷനിൽ നിന്ന് മുകൾ ഭാഗത്തിലേക്ക് ഇങ്ങനെ നിലകൾ വരുന്തോറും അതാ ഫൗണ്ടേഷൻ അതിനെ ശക്തിപ്പെടുത്തുന്നു. മുകൾ നിലകൾക്ക് ശക്തി വരുത്തുന്നത് എങ്ങനെയാണ്? യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ. അതിന്റെ ചിലതിനെ ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ ഈ ബിൽഡിംഗ് ഇവിടെ നിലനിൽക്കുന്നത് തന്നെ അതിന്റെ ശക്തമായ നിലനിൽപ്പിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ബിൽഡിംഗിനെയാണ് നമ്മോട് മുഅ്മിനീങ്ങളായ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദാഹരണപ്പെടുത്തിയിട്ടുള്ളത്. കാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് ധാരാളം നമുക്ക് പറയാൻ കഴിയും. അൽഹംദുലില്ലാഹ്, ഇനിയും ഒരുപാട് നന്മകൾ ഈ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പാവങ്ങളുടെ അത്താണിയായ ഖാജാത്തങ്ങൾ അതാഹു റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മാനമാണല്ലോ ഖാജാത്തങ്ങൾ. അവിടുത്തെ ആണ്ടിന്റെ മാസം കൂടിയാണ് റജബ് മാസം. ആ ഖാജാത്തങ്ങൾ ഇവിടെ ഇസ്ലാമിക പ്രചരണം നടത്തിയത് ഖാജാത്തങ്ങളുടെ സൗമ്യമായ നല്ല സ്വഭാവം കൊണ്ടാണ്. ഒരാളോടും അവിടെ നിന്ന് ദേഷ്യം പിടിക്കാറുണ്ടായിരുന്നില്ല. പൃഥ്വിരാജാവ് പോലും ഖാജാത്തങ്ങളെ പേടിച്ചിട്ടുണ്ട്. വലിയ വലിയ സിഹറിന്റെ ആളുകൾ വരെ ഖാജാത്തങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കിയിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച ചരിത്രം നമുക്കറിയാം. ആ ഖാജാത്തങ്ങളുടെ വലിയ നിലക്കുള്ള ആത്മീയ നോട്ടം അവിടുത്തെ മദദ് നമ്മുടെ മജ്ലിസിലേക്ക് നൽകുമാറാവട്ടെ.
ചെയ്യുമാറാവട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും ഈ മഹത്തായ മജ്‌ലിസിലേക്ക് ഇവിടെയുള്ള ആളുകളോട് അറിയിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ എന്ന പരിശുദ്ധ ഖുർആനിന്റെ തിരുവചനം കൊണ്ട് ഈ മഹത്തായ പ്രൗഢമായ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അർഹമർ റഹ്മാനായ അല്ലാഹ്, സാധുക്കളാണ്, പാപികളാണ് റഹ്മാനെ. പരിശുദ്ധ റജബ് മാസത്തിലാണ് ഞങ്ങളുള്ളത്. നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഈ മജ്‌ലിസിൽ വരുന്ന എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണം റഹ്മാനെ. അല്ലാഹുവേ, മഹത്തായ ഈ സംഘടനയ്ക്ക് വേണ്ടി ആരെല്ലാമാണോ സഹായിക്കുന്നത്, സഹകരിക്കുന്നത്, ഒത്താശയങ്ങൾ ചെയ്യുന്നത്, ഇതിനു വേണ്ടി നല്ല വാക്കുകൾ പറയുന്നത്, ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, പ്രവർത്തകന്മാർ, സംഘാടകർ, എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. മാരകമായ സകലമാന രോഗങ്ങളിൽ നിന്ന്, ക്യാൻസർ, ട്യൂമർ, കിഡ്നി ഫെയിലർ പോലെയുള്ള പേടിപ്പിക്കുന്ന രോഗങ്ങളിൽ നിന്ന് നീ സലാമത്ത് നൽകണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോട് കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.